السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. അല്പം വലിയ ആയത്താണ്, എന്നാൽ അത്ര വലിയ ആയത്തൊന്നല്ല. ഇതിനേക്കാൾ വലിയ ആയത്ത് ഉണ്ട്. ഏതായാലും സൂറത്തുൽ ബഖറ 186 വരെ നമ്മൾ പഠിച്ചു എന്ന് പറയാമോ? ഒരുവിധം. ബാക്കി പഠിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമ്പോഴാണ്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നാഫി ആയ ഇൽമിന് വേണ്ടിയിട്ടാണ്. ഇൽമ് കുറെ ഉണ്ടായതുകൊണ്ട് ഫലമില്ല. അറിവ് നാഫി ആയിരിക്കണം, ഉപകാരപ്രദമായിരിക്കണം. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മള് ബിറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, വിശദീകരിച്ചു വന്നു. പിന്നീട് കുത്തിബ അലൈക്കും സിയാം, നോമ്പ് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ആ നോമ്പ് ഷഹ്റു റമദാനിലാണ്, റമദാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞു. ആ റമദാൻ മാസം എന്തിനാണ്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ വിശദീകരിച്ചു. പിന്നെ എങ്ങനെ അല്ലെ അയ്യാമ മാദൂദാത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നേരെ ദുആയിലേക്ക് പോയി. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, ഞാൻ വിളിക്കുന്നവർ എന്നെ വിളിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. അവിടെ പറഞ്ഞ ഒരു കാര്യം ഫൽ യസ്തജീബു ലീ, എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ്. ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടണില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണില്ല എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുന്നവര് ആദ്യം ഈ ആയത്ത് ഓതിയിട്ട് നോക്കണം. ഞാൻ അള്ളാഹ് വിളിക്കണോടത്ത് പോകണ്ടോ, അള്ളാന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ടോ എന്ന്. പല കാര്യങ്ങളും അങ്ങനെയാണ്.
അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് അള്ളാഹു നമ്മളോട്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് പോലെയാണ് ഞാൻ അവനോട് എന്നാണ്. അപ്പൊ പടച്ച തമ്പുരാനോടുള്ള നമ്മുടെ ഒരു കണക്ഷൻ എങ്ങനെയെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ടാപ്പ് തുറന്നിട്ട് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ടാപ്പ് കുത്തിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല. ടാങ്കിൽ നിന്ന് അങ്ങോട്ടുള്ള പൈപ്പിന്റെ ഇടയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വെള്ളം ഇവിടെ എത്തൂല അല്ലേ? തുറന്നു നോക്കിയപ്പം വെള്ളമില്ല. മോട്ടർ ഇട്ടിട്ട് ടാങ്ക് ഫുള്ളായി, എന്നിട്ട് ഇതിൽ വെള്ളമില്ല. അപ്പോൾ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ആ ബ്ലോക്ക് നമ്മൾ സാധാരണ ചെയ്യുക, പ്ലംബറെ വിളിച്ചുകൊണ്ടുവന്ന് അയാൾ ആ ബ്ലോക്ക് എന്ത് ചെയ്യും, മാറ്റിയാൽ വെള്ളം നന്നായിട്ട് വരും. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനിടയിൽ എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്? ചിലപ്പോൾ നമ്മളെ സ്വഭാവത്തിന്റെ ദൂഷ്യമായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ അമലുകളുടെ തകരാറായിരിക്കാം, ചിലപ്പോൾ നമ്മളെ നീയത്തിൽ വരുന്ന പോരായ്മ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ സാമ്പത്തികമായ വിശുദ്ധി ഇല്ലായ്മ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഏറ്റെടുത്ത അമാനത്തിൽ വല്ല എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, ഉപ്പ എന്നുള്ള നിലക്ക്, ഏതെങ്കിലും കമ്മിറ്റി ഭാരവാഹി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ തൊഴിലുടമ എന്നുള്ള നിലക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ അമാനത്തുകളാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും വരുന്ന തകരാറുകൾ ആണെങ്കിൽ റബ്ബും നമ്മളും തമ്മിലുള്ള ആ കണക്ഷനിൽ ബ്ലോക്ക് വരും. ആ ബ്ലോക്ക് നീങ്ങണം. അതാണ് ഫൽയസ്തജീബു ലീ, എനിക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരം നൽകി ഫൽയുഅ്മിനൂ ബി, എന്നെ വിശ്വസിക്കുകയും ചെയ്യണം, എന്നോട് നല്ല വിശ്വാസം ഉണ്ടാവണം, വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം. ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും റമദാനിലോട്ട് തിരിച്ചു പോവുകയാണ്. റമദാനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ അല്പം ദീർഘമായിട്ടുള്ള ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അത് നിങ്ങളുടെ കയ്യിലുള്ള മുസഹഫില്, സ്ക്രീനായാലും അതല്ല പുസ്തകമായാലും മുസഹഫ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നോക്കിയാലാണെന്ന് മനസ്സിലാവും. ഉഹില്ല, ഹ എന്നാണ് അക്ഷരങ്ങളൊക്കെ. അതിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ പറയണം. ഉഹില്ല എന്നാണ് പറയേണ്ടത്. ഹോ എന്നല്ല, ഹ എന്നാണ്. ഹ ഞാൻ പറയുമ്പോൾ നിങ്ങളും പറഞ്ഞാലാണ് കൂടുതൽ നിങ്ങൾക്കും മനസ്സിലാവും. ഹോ എന്നല്ല, ഹ. ഉഹില്ല. പിന്നെ അസ്വിയാം എന്ന് പറയുമ്പോ സ എന്നല്ല, സ്വ സ്വ എന്നാണ്. അസ്വിയാം. അർറഫസ് ഫ എന്നാണ്. ഫ. അപ്പൊ ഇവിടെ തന്നെ സ്വ എന്നും നമ്മൾ പറഞ്ഞു, ഫ എന്നും പറഞ്ഞു. ഫ ഫ. പിന്നെ നിസാഇക്കും, അവിടെ സാധാരണ സ. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്വ, ഫ, സ, മൂന്നും ഒരേ ആയത്തിൽ വരും. പിന്നെ ഹുന്ന, അവിടെ ഹു എന്ന് പറയുമ്പോൾ വായ തുറന്നു ഹു, അവിടെ ചുരുക്കരുത്. അതേപോലെ സുക്കു, ഈ നൂനിന് ശബ്ദ് വന്നാൽ, നൂൻ എന്ന് പറഞ്ഞാല് ന എന്നൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരത്തിന്റെ പേരാണ് നൂൻ. അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്തില്ലേ, ഒരു സൂറത്തില്ലേ, നൂൻ അല്ലെ? അതിന് ശബ്ദ് വന്നാൽ എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കൽ വന്നാൽ മണിച്ചോദണം എന്നാണ്. ഹുന്ന, ഒരു തരിപ്പ് ഇങ്ങനെ വരും. ഇവിടെ ഈ മൂക്കിന് എന്തോ എന്ന് പറയലില്ലേ, തരിമൂക്കാണ്. അപ്പൊ തരിക്കണോണ്ടായിരിക്കും ചിലപ്പോ തരിമൂക്ക് എന്ന് പറയും. ഹുന്ന എന്ന് പറയണം. പിന്നെ പിന്നെ ലിബാസുല്ലക്കും, ലിബാസുൻ എന്ന് പറയാൻ പാടില്ല, ലിബാസുല്ലക്കും, ലിബാസുല്ലക്കും. പിന്നെ ലക്കും എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമായതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് അതേപോലെ നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ പ്രയാസം തോന്നും. പക്ഷെ എന്നാലും നിങ്ങൾ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് കൂടെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ ഈ ആയത്ത് പറഞ്ഞു, പിന്നെ അടുത്ത ആയത്ത് വരുമ്പോൾ അവിടെയും പറയും, അതിന്റെ അടുത്ത ആയത്ത് വരുമ്പോൾ പിന്നെയും പറയും. അപ്പൊ സുക്കൂനുള്ള മീമ് വന്നു കഴിഞ്ഞാൽ ചുണ്ട് പൂട്ടി ഉച്ചരിക്കണം എന്ന് ഞാനിങ്ങനെ വീണ്ടും പറയും.
അങ്ങനെ കുറേ പറയുമ്പോൾ നിങ്ങൾ അറിയാണ്ട് എന്തായിക്കോളൂ, അങ്ങനെ ചുണ്ട് കൂടിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോ ചലച്ചിത്രഗാനമൊക്കെ പഠിക്കല് അത് എഴുതി പഠിക്കലൊന്നും അല്ലല്ലോ. ആണോ? ആരെങ്കിലും എഴുതി പഠിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ എല്ലാവരും ചൊല്ലുമ്പോൾ നമ്മളും ഇങ്ങനെ ചൊല്ലി പഠിക്കുന്നതാണ്. നല്ല പാട്ടും ചീത്ത പാട്ടും ഒക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോ പിന്നെ ഹുന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലക്കും, മീമ് ചുണ്ട് പൂട്ടി പിന്നെയാണ് വ എന്ന് പറയേണ്ടത്. അലിമല്ലാഹു അന്നകും, അവിടെ കണ്ടോ, അവിടെയും സുക്കൂനുള്ള ശദ്ദുള്ള നൂനാണ്. പിന്നെ കുൻതും, അപ്പൊ അവിടെ കുൻതും എന്നാണ് എഴുതിയതെങ്കിലും വായിക്കുമ്പോ നൂൻ വെളിവാകരുത് എന്നാണ്. കുൻതും പറയും, കുൻ എന്നല്ല, കുൻതും. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, ആ നൂനിന്റെ മേലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. നൂനും അവിടെ ഉണ്ട് തന്നെ. തഖ്താനൂൻ, എന്താണ്? തഹ്താനൂൻ അല്ല, പറയൂ, തഖ്താനൂൻ. കൊറോണന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോവും. തഖ്താനൂൻ. പിന്നെ അൻഫുസക്കും, അൻഫുസക്കും എന്നല്ല കേട്ടോ, അൻഫുസക്കും. ഫതാബ അലൈക്കും വഅഫാ അൻകും, അൻകും. ഫൽആന ബാശിറൂഹുന്ന, ബാശിറൂഹുന്ന. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷംസുണ്ടോ? ഷംസു, ഷംസുണ്ടോ? ഷംസുല്ല, ഷംസു ആണ്. ആരാണ്? എല്ലാരും ഷംസുണ്ടോ നോക്കുകയാണ്. ഷംസും നോക്കുകയാണ്, ഞാനുണ്ടോ? ഷംസുല്ല. ആരാളുള്ളത്? ഷാ, ഷാ, പശയുടെ ഷാ, മേശയുടെ ഷാ, മഷിയുടെ ഷാ അല്ല. റഷീദ ഉണ്ടോ? റഷീദ. എന്താണ്? റഷീദ. മനസ്സിലായില്ലേ? എല്ലാം അങ്ങനെയാണ് പറയേണ്ടത്. ബഷീറാണ്, ബഷീറല്ലോ, ബഷീർ കേട്ടോ. ഖുർആൻ ക്ലാസ്സിന് വരുന്നവരൊക്കെ പറയുമ്പോ ഇനി നല്ലോണം പറയണം, അല്ലാത്തവർക്ക് എന്തും പറയാം അല്ലേ? ശരി. അപ്പോൾ ബാശിറൂഹുന്ന, വബ്തഗൂ, വബ്തഗൂ, വബ്തഗൂ എന്ന് പറഞ്ഞാൽ പോരാ, വബ് എന്ന് പറയണം. കാരണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയൂ, ഏതൊക്കെയാണ്? പിന്നെ ബ, ജ, ദ. നമ്മളങ്ങനെ ഇരട്ടിച്ച് പറയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഞാനത് പറഞ്ഞ ബാക്കി നിങ്ങളങ്ങ് പറയണോ? പറയൂ. അതില് പോണ ആള് വിചാരിക്കും എന്താ പോടെ നടക്കണ. കുത്തുബുജ്ജത്ത്, കുത്തുബുജ്ജത്തല്ലേ അത് നമ്മളൊരു അങ്ങനെ ഒരു പദമൊന്നും അല്ല കേട്ടോ. അത് നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടി പറയാണ്. അതിപ്പോ കാന്ന് അവസാനം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 5 അക്ഷരങ്ങൾ അങ്ങനെ പറഞ്ഞാലാണ് അറിയാം. അങ്ങനെ പറഞ്ഞാലേ അറിയൂ എന്ന് വിചാരിക്കരുത്. അപ്പൊ വബ്തഗൂ എന്നാണ്, വബ്തഗൂ എന്നല്ല, ബ് എന്ന് പറയണം. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലു വശ്റബൂ. കണ്ടോ? വശ്റബൂ, വശ്റബൂ. വഇശ്റബൂ എന്നത് കൂട്ടി പറയുമ്പോ വശ്റബൂ, വകുലു, കുലു, വശ്റബൂ ഹത്താ യതബയ്യന ലക്കും. നിർത്തുമ്പോ കും എന്ന് നിർത്തുക. നിർത്തുന്നില്ലെങ്കിൽ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ, അൽ ഫജ്ർ. ജ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ജനൽ എന്ന് പറയുന്ന ജ അല്ല. എന്നാൽ ജ്വാല എന്ന് പറയുന്ന ജ്വ എന്നതും അല്ല. അതിനിടയിലാണിത്. ജ കുറച്ചൊരു
എന്താ പറയാ, പറയുമ്പം തന്നെ ഒരു ജ വരണം. ജ. അൽഹംദുലില്ലാ, മലയാളികൾ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. മലയാളികൾക്ക് എല്ലാ അക്ഷരവും പറയാം, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, അറബി മാതൃഭാഷയായിട്ടുള്ള ആളുകളാണ് മിസ്രികൾ, ഈജിപ്ഷ്യൻസ്. അവർക്ക് ജ എന്ന് പറയാൻ അറിഞ്ഞൂടാ, അവര് ഗ എന്നാണ് പറയാ. ഗമാലദ്ദുന്നാസുർ എന്നാണ് പറയാ, അല്ലേ? ഗമീൽ ഗിദ്ദൻ എന്നാണ് പറയാ. അവർക്ക് അറിയില്ല, എന്താ ചെയ്യാ? നമ്മൾ ഉത്തരേന്ത്യയിലുള്ള പല ആൾക്കാർക്ക് ലാ എന്ന് പറയാൻ അറിയില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. ഇപ്പൊ നമ്മളെ നാട്ടിൽ വന്ന് ബാങ്ക് കൊടുത്തിട്ടാണ് ലാ പഠിച്ചത്. അപ്പൊ നമ്മക്ക് അൽഹംദുലില്ലാ ഏത് അക്ഷരവും പറയാം. ലാ പറയാം, അല്ലേ? ജ പറയാം, എല്ലാ അക്ഷരവും പറയാം. പണ്ടൊക്കെ ആളുകൾ പറയല് നാവ് പഠിക്കണോണ്ടാണ് എന്നായിരുന്നു. എന്നിട്ട് അക്ഷരം ശരിയാവാൻ വേണ്ടിയിട്ട് ഓലച്ചീന്തെടുത്ത് ഈർക്കിളെടുത്ത് അത് കീറി, എൻ്റെ അമ്മോ അതിൻ്റെ ഒരു മൂർച്ച എന്താണ്, ഇതുകൊണ്ട് നാവ് വടിച്ച് മുറിച്ച് ചോരയാക്കി. അപ്പൊ പിറ്റേന്നത്തേക്ക് അത് വീണ്ടും പൊറ്റ കിട്ടും. അപ്പൊ നമ്മൾ പറയാ പിന്നെയും വൃത്തികേടായി, പിന്നെ അതും പഠിച്ച് ഒരു ബൈക്കാവുമായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ സ്റ്റീലിന്റെ തങ്ക്ലീനറൊക്കെ ഉണ്ടായിരുന്നു, നാവടി, അല്ലേ? അതൊന്നല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അങ്ങനെ ഒന്നും ചെത്തി കളയേണ്ട സംഗതിയല്ല നാവ് എന്ന് ഇപ്പൊ മനസ്സിലായി. രസമുകുളങ്ങളൊക്കെ ചെത്തി നാശാക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്കെല്ലാ അക്ഷരവും പറയാനുള്ള തൗഫീഖ് ഉണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തണം, മനസ്സിലായില്ലേ? നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ പറയാം, ജ പറയാം, എല്ലാ അക്ഷരങ്ങളും പറയാൻ പറ്റും. അപ്പൊ ഫജ്ർ എന്താണ്? ഫജ്ർ. ثم أتم الصيام إلى الليل. ليل ولا تباشروهن وأنتم عاكفون. عاكفون لا عاكفون. عاكفون في المساجد. അവിടെയും ജ. تلك حدود الله. حدود الله فلا تقربوها. تقربوا എന്ന് പറഞ്ഞാൽ പോരാ, تقربوها. كذلك كذلك എന്നല്ല, كذلك ذا എന്നല്ല, كذلك يبين الله آياته للناس لعلهم يتقون. ഇതാണ് അതിന്റെ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വാക്കർത്ഥത്തിലേക്ക് പോകാം. ഉഹില്ല ലക്കും. ഉഹില്ല ഹലാലാക്കിയിരിക്കുന്നു, ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ഉഹില്ല ലക്കും നിങ്ങൾക്ക്, ഹലാലാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക്, അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. വിശദീകരണത്തിൽ നമുക്ക് പിന്നെ പോവാം. അപ്പൊ വാക്കർത്ഥം മാത്രം പറഞ്ഞു പോവാം. ലൈലത്തെ സുയാം. ലൈല എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി. ലൈലത്തെ സുയാം. അസുയാം എന്ന് പറഞ്ഞാൽ നോമ്പ്. നോമ്പിന്റെ രാവിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. റഫസ്. റഫസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചാണ് റഫസ് എന്ന് പറയുക. സംസർഗം. ഇലാ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളിലേക്കുള്ള ബന്ധം. ഹുന്ന അവർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ലേ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. പറയൂ, എല്ലാരും പറയൂ. ഹുവ ഹുമാ ഹും, ഹുവ ഹുമാ ഹും. പറയൂ. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു, അന നഹ്നു. എന്ത് രസാന്നറിയോ?
ഇത് നമ്മളിങ്ങനെ പഠിച്ചാൽ നമ്മളെല്ലാ പണിയെടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പുട്ടൊക്കെ വെച്ചിടുമ്പോ അൻത അൻതുമാ അൻത് അല്ലേ? അപ്പൊ നമുക്ക് പണിക്കൊരു ആയാസവും കിട്ടും അല്ലേ? പണ്ടൊക്കെ തിരുമ്പുമ്പോ ഇപ്പൊ മിഷനിലിടലായതുകൊണ്ട് അതില്ല, തിരുമ്പുമ്പോ എന്നറിയില്ല. അങ്ങനെ സീവും തിരുമ്പലും തമ്മിൽ എന്താ ബന്ധം? തോനെ ചേറ് പോവാനാ അല്ലേ? ഒരു നമുക്ക് അതിന്റെ ഒരു ഇത് ചില ആൾക്കാരത് കൂടുതൽ പറയും. പിന്നെ കരാട്ടൊക്കെ പഠിക്കുമ്പോഴും നിങ്ങളിത് വേറെ തിരുമ്പുമ്പോ മാത്രമൊന്നുമല്ല, കരാട്ടലൊക്കെ ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ശരീരം കൊണ്ട് ഇടിക്കണേനേക്കാളും അവരെന്ത് ചെയ്യും? ശബ്ദം കൊണ്ട് ആണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിച്ചാല് നമുക്ക് എന്ത് ചെയ്യാം? ഒക്കെ ഉപകാരപ്പെടും. ഹുവ പറയൂ. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. എന്റെ അർത്ഥം എന്തോ ആയിക്കോട്ടെ, നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി. എന്തോ ആയിക്കോട്ടെ, അർത്ഥമൊന്നും ഇപ്പൊ അറിയില്ല, നമുക്ക് ഇങ്ങനെ പറയാം. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താന്ന് മാത്രം ഇപ്പൊ നമ്മൾ പറയാം. പെണ്ണുങ്ങന്മാര് എന്ന് പറയും ചില ആൾക്കാർ. പെണ്ണുങ്ങൾ എന്നാന്ന് വെച്ചാല് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു ബഹുമാനത്തിൽ പറയാണ് എന്നുള്ളതാണ്. മോമാലിക്ക, നിങ്ങളെ പെണ്ണുങ്ങളെ പേരെന്താ എന്നല്ലേ ചോദിക്കുക. മോമാലിക്ക അപ്പൊ പറയും എനിക്കങ്ങനെ പെണ്ണുങ്ങളൊന്നുമില്ല, ഒരാളേ ഉള്ളൂ എന്ന് പറയോ? പറയില്ല. അപ്പൊ നമ്മൾ ചോദ്യം തന്നെ എന്താണ്? ആദരവോട് കൂടിയിട്ടാണ് നമ്മൾ പറയാ. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി ഇന്നലെ ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് കുറെ പെണ്ണുങ്ങളുണ്ട് എന്നാണോ? അല്ല, ഞാനും എൻ്റെ ഓളും എന്ന് അതിന്റെ അർത്ഥമുള്ളൂ. 40 പേരൊന്നുമില്ല. അതേ സമയത്ത് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളാണുങ്ങളില്ലേ എത്ര ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തൊരു ആദരവിലാണ് നിങ്ങളെ കുറിച്ച് ഈ ആണുങ്ങൾ പറയണമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ അതേ സമയത്ത് നിങ്ങൾ അവരെ കുറിച്ചിട്ട് എന്റെ ആണുങ്ങൾ എന്ന് പറയലുണ്ടോ? ഇല്ല. നിങ്ങൾ പറയോ? ഇല്ല. എന്റെ മാപ്പിളന്ന് അറിയൂ, അല്ല എന്റെ ഓനെന്ന് അറിയൂ. ഇങ്ങനൊക്കെ അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവരെ കുറിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ആണുങ്ങളോട് ചോദിക്കട്ടെ അങ്ങനെ പറയോ? ഇല്ല. പക്ഷെ അവരെത്ര ബഹുമാനത്തിലാണ് നിങ്ങളെ കുറിച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറയണത് അല്ലേ? എന്തൊരു ആദരവാണ് അവർക്ക് നിങ്ങളോട്, എന്തൊരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോട്. നിങ്ങളെ ചിരിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അപ്പോ പുന്ന അവർ സ്ത്രീകൾ. അപ്പൊ അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് തന്നെ പെണ്ണുങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ വടക്കൻ ഭാഗത്തുള്ള ആൾക്കാര് കുറെ സ്ത്രീകളെ കുറിക്കാൻ പെണ്ണുങ്ങന്മാര് എന്ന് പറഞ്ഞു പോകുന്നത്. അതാണ് സംഭവം, അല്ലാണ്ട് തെറ്റല്ല. പുന്ന ലിബാസുൻ, ലിബാസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. ലക്കും നിങ്ങൾക്ക്, അൻതും എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അൻതും നിങ്ങൾ, ലിബാസുൻ എന്താണ്? വീണ്ടും പറയാണ് വസ്ത്രം. ലിബാസ് എന്ന് പറഞ്ഞാല് വസ്ത്രം. നമ്മള് ലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രമാണ് ഖൈറുൻ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ സ്ഥലത്ത്. ലിബാസ് വസ്ത്രം, ലഹുന്ന അവർക്ക്. അലിമ അറിഞ്ഞു, ഇൽമുള്ളവനായി. അല്ലാഹു അലിമല്ലാഹു അല്ലാഹു അറിഞ്ഞു. അന്നകും കുൻതും നിങ്ങൾ ആയിരുന്നു എന്ന് അവൻ അറിഞ്ഞു. തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു. അംഫുസക്കും നിങ്ങളെ തന്നെ, സ്വയം തന്നെ. താബ അലൈക്കും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. വഅഫ അൻകും നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അഫ് എന്ന് പറഞ്ഞാല് പിന്നെ മണല് ഇപ്പോ പിന്നെ കാറ്റടിച്ചിട്ട്, അറബികൾക്കും ഗൾഫ് പോയവർക്കൊക്കെ അറിയാം, മണല് കാറ്റടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു പിന്നെ ഒരു പലകന്റെ മുകളിലോ നിലത്തോ ഒക്കെ ആയെന്ന് വിചാരിക്കുക. പിന്നെ അടുത്ത കാറ്റടിക്കുമ്പോൾ അതങ്ങ് പോവും. അപ്പൊ അത് അവിടെ ഉണ്ടാവുകയില്ല ആ മണൽച്ചേരി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്തു നിന്ന് പൂർണ്ണമായും ഇതെന്ത് ചെയ്യുക? തുടച്ചു നീക്കുക. അതാണ് വഅഫ അൻകും
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മാച്ചു തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു. ഫൽ ആൻ, ഇപ്പോൾ മുതൽ, ബാഷിറുഹുന്ന, അവളുമായി അവരുമായി, അവർ കുറെ പെണ്ണുങ്ങളെ കുറിച്ചാ, ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറെ പെണ്ണ്, നിങ്ങൾ സഹവസിക്കുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. വബ്തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത്, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾ തേടുക. എന്താന്നൊക്കെ നമുക്ക് പറയാം. വകുലൂ, തിന്നോളൂ. വശ്റബൂ, കുടിച്ചോളൂ, കുടിക്കുകയും ചെയ്തോളൂ. ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, വെളിപ്പെടുന്നത് വരെ, അൽ ഖൈത്തുൽ അബ്യദ്, വെള്ള നൂൽ, മിനൽ ഖൈത്തുൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന്, മിനൽ ഫജ്ർ, പ്രഭാതത്തിൽ, സുമ്മ, പിന്നെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, അതിമ്മു, നിങ്ങൾ പൂർത്തീകരിക്കുക, അസ്വിയാം, നോമ്പ്, ഇലൽ ലൈൽ, രാത്രി വരെ, വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരുമായിട്ട് വേഴ്ച നടത്തരുത്, വഅൻതും, നിങ്ങളായിരിക്കെ, ആകിഫൂൻ, ഇഅ്തികാഫിലായിരിക്കെ, ഫിൽ മസാജിദ്, പള്ളികളിൽ ഇഅ്തികാഫിരിക്കെ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. തിൽക, അത് ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ അതിരുകളാണ്. ഫലാ തഖറബൂഹ, നിങ്ങൾ അതിനോട് അടുക്കരുത്. കദാലിക, അപ്രകാരം, യുബയ്യിനുല്ലാഹു, അല്ലാഹു വിവരിക്കുന്നു, ആയാതിഹി, അവന്റെ ആയത്തുകൾ, ലിന്നാസ്, ജനങ്ങൾക്ക്, ലഅല്ലഹും, അവരാകാൻ വേണ്ടി, യത്തഖൂൻ, തഖ്വ ഉള്ളവരാകാൻ വേണ്ടി. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. ശരി, ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇതിന്റെ പാരായണം, നമ്മളൊരു പാരായണം നടത്തി, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ വാക്കർത്ഥവും പറഞ്ഞു. ഇനി ഇതെന്താണ് എന്നുള്ളതാണ് അല്ലേ, അതിന്റെ ഒരു ആശയം എന്താണ്? എപ്പോഴാണ് ഈ റമദാനിലെ നോമ്പ് നിർബന്ധാക്കിയത്? ആരാ പറയാ? റമദാനിലെ നോമ്പ് നിർബന്ധാക്കിയത് എപ്പോഴാണ്? ഹിജ്റ എന്ന് മനസ്സിലായി. അപ്പൊ ഹിജ്റന്റെ മുമ്പല്ല എന്നാണ് ഇപ്പോ ടീച്ചർ പറഞ്ഞതിന്റെ മാന. ഹിജ്റന്റെ ശേഷമാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു എല്ലോ ടീച്ചറിന് പറയണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും പറയും. അപ്പോഴാണ് എത്രാം വർഷമാണ്? പറഞ്ഞോ. തെറ്റുന്നത് ഇവിടെ വിഷയമല്ല. ഞാൻ നിങ്ങൾ തെറ്റിയിട്ട് എപ്പോഴെങ്കിലും ഫൈൻ വാങ്ങിയണോ? ബെഞ്ചുമ കയറ്റി നിർത്തിയണോ? ഉണ്ടോ? രക്ഷിതാക്കളെ കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും. ഞാൻ എത്ര എന്താ പറയാ സ്നേഹപൂർവ്വമാണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് എന്തിനാ നിങ്ങൾ എന്നെ പേടിക്കണത്? പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഗുഡ്. ഹിജ്റ 2ാം വർഷമാണ്. ഹിജ്റ പോയിട്ട് 2ാം വർഷമാണ്. നിങ്ങൾ ഇനി പഠിച്ചോ? ഹിജ്റ 2ാം വർഷമാണ് നോമ്പ് നിർബന്ധാക്കിയത്. റമദാനിലെ നോമ്പ്. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2ാം വർഷമാണ്. ഹിജ്റ 2ാം വർഷമാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഈദുൽ ഫിത്തർ ഉണ്ടായത്. ഇതൊക്കെ ഹിജ്റ 2ാം വർഷം. എന്ന് വിചാരിക്കുക. അപ്പോ റമദാൻ മാസത്തിൽ, ഷഹ്റു റമദാനിൽ നോമ്പ് നിർബന്ധമാക്കി. അപ്പൊ അതിന്റെ മുമ്പേ മക്കത്തുനിന്ന് തന്നെ മുഹറം 10-നൊക്കെ നോമ്പ് വിളിക്കലുണ്ട്. അല്ല, അതേപോലെയുള്ള നോമ്പുകളൊക്കെ, മാസത്തിന്റെ മധ്യത്തിലുള്ള നോമ്പ്, അങ്ങനെയൊക്കെ ഏതാനും നോമ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ റമദാൻ മുഴുവനായിട്ടും നോമ്പ് വിൽക്കുക എന്നൊക്കെ പറയുന്ന സംഗതി വന്നത് ഹിജ്റ 2ാം വർഷം. അപ്പോ അതിനെ കുറിച്ചിട്ട് ആളുകൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നല്ലുള്ളൂ. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാല് വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. ഇതൊരു അടിസ്ഥാന വിവരാണ്. അപ്പൊ ഇവര് വിചാരിച്ചു ഇത് പിന്നെ ഭക്ഷണവും വെള്ളവും കുടിക്കൽ പിന്നെ ഏതായാലും പകലാണ് പറ്റാത്തത്. പക്ഷെ ഭാര്യ ഭർത്തൃ ശാരീരിക ബന്ധം രാത്രിയും പറ്റൂല എന്ന് പലരും വിചാരിച്ചു. രാത്രിയും അത് റമദാൻ മാസം മുഴുവനും ഉള്ള ഒരു പ്രക്രിയയാണ്. അത് റമദാനിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ എന്തെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. തെറ്റായിട്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതിയാണ്. അന്ന് അവര് മനസ്സിലാക്കി. എന്നാ മനസ്സിലാക്കിയിട്ട് ഇവര് അതിൽ നിന്ന് വിട്ടു നിന്നതുമില്ല. മനസ്സിലാക്കി,
പിന്നെ ഓലിക്ക് ഒരാവശ്യം തോന്നുമ്പോ ഓലിങ്ങനെ വിചാരിക്കോ ആന പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേർപ്പെടും. എന്നിട്ട് പിന്നെ ഓല് വിചാരിക്കും അത് പാടില്ലാത്തൊരു കാര്യമാണ് വിചാരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ പിന്നെ ഇത് ഇവര് എന്നിട്ട് തമ്മിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത മാതിരി ഇങ്ങനെ വളരെ അതായിട്ട് തമ്മിൽ പറയൊന്നുമില്ല, ആരോടും പറയൊന്നുമില്ല. പക്ഷെ അവർക്ക് പരസ്പരം കാണുമ്പോ അവരുള്ളില് ഉണ്ട് ഞാനിപ്പോ ഇതിങ്ങനെ രാത്രി അങ്ങനെ വിചാരിക്കും. പക്ഷെ ആരോട് പറയൊന്നുമില്ല. അങ്ങനെ അവരതും കൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പൊ അതാണ് അള്ളാഹ് പറഞ്ഞത്, അലിമ അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. എന്ത്? നിങ്ങള് ആത്മവഞ്ചന നടത്തുന്നുണ്ട്. അതായത് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത് തെറ്റല്ല, അതിപ്പോ പറയാൻ പോവാണ്. അത് തെറ്റാണോ തെറ്റല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. പക്ഷെ നിങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ മതപരമായിട്ട് അത് തെറ്റാണ് എന്ന് വിചാരിക്കും. ശരിക്കും തെറ്റായിക്കൂല, പക്ഷെ തെറ്റാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളത് ചെയ്യുകയും ചെയ്യും. ഇതിനാണ് ആത്മവഞ്ചന എന്ന് പറയാം. അങ്ങനത്തെ എന്തെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. ശരിക്കും തെറ്റല്ല, ശരിക്കും തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണ കണ്ടമാനുണ്ട്. അത് വേറെ കേസ്, അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. പലിശ പോലെയുള്ള സംഗതി തെറ്റാന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും അത്യാവശ്യം വാങ്ങുകയും കൊടുക്കുകയും പണയും അതല്ല. ഇത് തെറ്റാണ് എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുന്നു, ശരിക്കും തെറ്റല്ല. പക്ഷെ വിചാരിച്ചിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അപ്പോ അതൊരു ആത്മവഞ്ചനയാണ്. അതിനെന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ? എന്തെങ്കിലും ഉദാഹരണങ്ങൾ തോന്നുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് തിരിയും, അതിനും വേണ്ടിയിട്ടാണ്. എന്താ അത്ര മനസ്സിലായി പറയും? ഉദാഹരണം കിട്ടാത്തത് സംഗതി മനസ്സിലായി. അതും ഒരു വലിയ കിട്ടലാണ്. പിന്നെ ഇപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നു സംഗീതം ഹറാമാണ്. ഒരു ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞത്, സംഗീതം ഹറാമാണെന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. എന്നിട്ട് പിന്നെ മെല്ലെ പാടുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക. സംഗീതം ഹറാമല്ല, അത് വേറെ കേസ്. പക്ഷെ അയാൾ വിചാരിക്കുന്നു സംഗീതം ഹറാമാണ്, ഇതൊന്നും ദീനിൽ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് പിന്നെന്ത് ചെയ്യുന്നു, പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ താളം പിടിക്കും. അത് അവനവനെ വഞ്ചിക്കലാണ്. കാരണം എന്താണ്? നിങ്ങൾ സംഗീതം ഹറാമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് തെറ്റല്ല എന്ന് തിരിയുന്നവരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചില സംഗതി നമ്മൾ മതപരമായിട്ട് തെറ്റാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യൂ, എന്നിട്ട് മതപരമല്ലാത്ത വേദിയിൽ പോയിട്ട് അത് ചെയ്യൂ. ഇപ്പോ പിന്നെ അങ്ങനെ ഇപ്പൊ മ്യൂസിക് തന്നെ പറയുകയാണെങ്കിൽ മതപരമായിട്ട് മ്യൂസിക് ചെയ്യൂല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വയലിന്റെ സ്റ്റേജിൽ നിന്ന് ഒരു പാട്ട് പാടൂല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ പള്ളീന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതുണ്ടാവൂല. പക്ഷെ ക്ലബിന്റെ പരിപാടിക്ക് പോയാൽ എന്താവും? അത് ചെയ്യും. ഇത് ആത്മവഞ്ചനയാണ്, ചെയ്യാൻ പാടില്ല. റമദാനിന്റെ രാവുകളിൽ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല എന്ന് വിചാരിക്കുന്നവരോടാണ് അള്ളാഹ് പറയണത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്യരുതായിരുന്നു. അപ്പോഴല്ലേ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ച അത് തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. പക്ഷെ നമ്മൾ തെറ്റാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ അത് നമ്മൾ ചെയ്യരുതല്ലോ. പിന്നെ ഒരാളെ നമുക്ക് പറഞ്ഞു തരാണ് അങ്ങനെ തെറ്റൊന്നല്ല കേട്ടോ, അങ്ങനെ ചെയ്യാം, ഓക്കെ, അത് മുതലല്ലേ ചെയ്യാൻ പാടുള്ളൂ, ഏത് കാര്യമാണെങ്കിലും. അപ്പൊ ഇനി അങ്ങനത്തെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് ഓർമ്മിച്ചാൽ മതി. എന്താ ഓർമ്മിക്കേണ്ടത്? അള്ളാഹു അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആത്മവഞ്ചനയെക്കുറിച്ച് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു സമയത്താണ് അത്രേ ഈ ആയത്ത് ഇറങ്ങിയത്. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി ആയത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം.
ഉഹില്ല ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദനീയം. നമ്മളെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് ഹലാൽ എന്ന് പറഞ്ഞാൽ മാപ്പിളാര് തുപ്പിയത് എന്നാണ്. നമുക്ക് ചിരി വരും, പക്ഷെ അത് വിശ്വസിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാപ്പിളാർ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരുടെ അടുക്കളകളില് ബിരിയാണിയൊക്കെ വെച്ചിട്ട് അതിൽ തുപ്പും. ഇതിനാണ് ഹലാൽ എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചിട്ട് അത് വിശ്വസിച്ചു കുറെ ആൾക്കാർ. എന്ന് ആലോചിച്ച് നോക്കുങ്ങള്. ഒരുത്തനത് പറഞ്ഞു, ഒരുത്തനല്ല, കുറെ ആൾക്കാരത് പറഞ്ഞു. പറയണോനോ പറഞ്ഞു, എന്നാൽ കേൾക്കണോന് തോന്നണ്ടേ? കേൾക്കുന്നവനത് വിശ്വസിക്കുക. എന്നിട്ട് ചില ആൾക്കാർ അവരുടെ ഹോട്ടലിൽ നമ്മൾ എഴുതി വെച്ചു, ഇവിടെ ഹലാൽ ഭക്ഷണം കിട്ടുന്നതല്ല, ഇവിടെ ഹലാൽ ഭക്ഷണം ഉണ്ടാവുകയില്ല. അപ്പൊ എന്താ പോലെ ഹലാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? പിന്നെ അവിടെ ഹറാം കിട്ടുക. ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷിദ്ധമാണ്, പാടില്ലാത്ത, ചെയ്യരുതാത്ത കാര്യത്തിലാണ് ഹറാം. അപ്പോ നമ്മളുടെ പരിഷ്കൃത സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത് എന്നാണ്. അനുവദിക്കപ്പെട്ടത് എന്തായിരിക്കും? ശുദ്ധമായതായിരിക്കും. അതാണ്. അപ്പോൾ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ നിഷിദ്ധമാണ്, വിശ്വാസപരമായി ചില ഭക്ഷണങ്ങൾ നിഷിദ്ധമാണ്. ചില ഭക്ഷണങ്ങൾ മനുഷ്യൻ തന്നെ അവന്റെ പ്രകൃത്യാ തന്നെ ഒഴിവാക്കുന്നതുണ്ട്. അപ്പൊ ഒരാള് ഹലാലാണോ ഹറാമാണെന്നൊന്നും പറയണമെന്നൊന്നുമില്ല. അറിയില്ല, നമ്മൾ ചിലത് കണ്ട എന്ന് പറയുന്നത്. അപ്പൊ കിതാബില് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല. നമ്മളെ പ്രകൃത്യാ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചില സംഗതികൾ അത് ആപേക്ഷികമായിരിക്കും. നമ്മളെ നാട്ടിൽ ഇങ്ങനെ എന്ന് പറയുന്നത് വേറെ നാട്ടുകാർക്ക് ഹായ് എന്നായിരിക്കും, അല്ലേ? പുഴുവിനൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് തിന്നുന്ന ആൾക്കാർ. ചൈനയിലൊന്നും പോണ്ട, കോഴിക്കോട്ട് തന്നെ ഒരു മനുഷ്യൻ പുഴുവിനെ വിറ്റ് ഇവിടെ ഉണ്ട്. എവിടെയുള്ള അപ്പൊ അത് വാങ്ങി തിന്നുന്നുണ്ടല്ലോ ആൾക്കാർ. അപ്പൊ ചില ആൾക്ക് പക്ഷെ ഇപ്പൊ തന്നെ പുഴു എന്ന് പറഞ്ഞാൽ ഒന്നും ഇപ്പൊ ചാവടിക്കേണ്ട തീരുമാനിച്ചവരും ഉണ്ടാവും. കാരണം അതൊക്കെ ഓരോ സംഗതി. പക്ഷേ നിങ്ങളുടെ പ്രകൃതി എന്താണെങ്കിലും, നിങ്ങൾക്ക് എത്ര രുചി തോന്നുന്നതാണെങ്കിലും, നിങ്ങൾ എത്ര ആകർഷിക്കുന്നതാണെങ്കിലും, ഇത് അള്ളാഹു വിലക്കിയിരിക്കുന്നു, എനിക്കിത് പാടില്ല എന്ന നിലക്കാണ് വിശ്വാസികൾ ഹറാമിനെ കാണുന്നത്. ഇതെനിക്ക് അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഹലാലിനെ കാണുന്നത്. അപ്പോൾ ഹലാലും ഹറാം എന്ന് പറഞ്ഞാല് അനുവദനീയവും നിഷിദ്ധവും എന്നാണ്. അപ്പൊ ഇവിടെ അങ്ങനെയില്ല. അതായത് നിങ്ങൾ ഇപ്പൊ നോമ്പിനെ കുറിച്ച് പഠിക്കണല്ലേ ഉള്ളൂ. റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കിത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഇതാ അനുവദിക്കുന്നു എന്നല്ല, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. ഇനി ആരാണ് അനുവദിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ആരാണ് അനുവദിക്കേണ്ടത്? ആരാ ഒരു സംഗതി ഹലാലാക്കേണ്ടത് ആരാണ്? അല്ലേന്ന് സംശയമായപ്പോ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറഞ്ഞോളി. എന്റെ പേര് ഖദീജ തന്നെ അല്ലേ എന്ന് ഒരാൾ ചോദിച്ചാല് അയാൾക്ക് വേറൊരു പേരിടേണ്ടി വരുമല്ലോ. നമ്മള് ഉറപ്പുള്ള കാര്യം ഉറപ്പ് തന്നെ അങ്ങോട്ട് പറയണം. എന്താണ്? അല്ലാഹുവാണ്. ഒരായത്തിറങ്ങി, തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബായിട്ട് സ്വീകരിക്കുന്നു എന്നൊരാഴ്ച. അത് പൂർവ്വ വേദക്കാരെ കുറിച്ചാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളെ കുറിച്ചൊക്കെയാണ് ആ പറഞ്ഞത്. അപ്പോ അദീ ഇബ്നു ഹാത്തിം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങളുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ റബ്ബാണെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. മനസ്സിലായോ? ഇസ്ലാമിൽ പണ്ട് തന്നെ പുരോഹിതന്മാരില്ല. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പുരോഹിതന്മാരില്ല, പൗരോഹിത്യം ഇല്ല. പക്ഷെ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ പുരോഹിതനാന്ന് പറഞ്ഞിട്ട് ഒരാൾ പുരോഹിതനാവൂല. നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരാളുടെ പ്രവർത്തനം കണ്ടാൽ ഓൻ പുരോഹിതനാണ് എന്ന് നമ്മൾ പറയണം. പക്ഷെ പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സാധനം ഇസ്ലാമിൽ ഇല്ല.
കാർമ്മികൻ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. ഒരാൾ ഇമാമാകുന്നത് പിന്നെ പൗരോഹിത്യം കൊണ്ടല്ല, അദ്ദേഹത്തെ ഇമാമായിട്ട് നിശ്ചയിക്കുകയാണ്. അത് നിശ്ചയിക്കാണ്ട് അയാൾ എന്ത് ചെയ്യാം? ഒഴിവാക്കുകയും ചെയ്യാം. നിക്കാഹ് ചടങ്ങിലും കാർമ്മികനില്ല യഥാർത്ഥത്തിൽ. പക്ഷെ പിന്നെ ഒരാൾ സാക്ഷികളിൽ ഒരാൾ ഒരു കാര്യത്തിന് സഹായം ചെയ്യുന്നു എന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് പൂജാരി, കാർമ്മികൻ, കർമ്മം ചെയ്യുന്ന ആൾ, ഇങ്ങനെയുള്ള സംഗതി പല മതങ്ങളിലും ഉണ്ട്. പുരോഹിതൻ എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിൽ ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ലാ റുഹ്ബാനിയ്യത ഫിൽ ഇസ്ലാം. ക്രിസ്ത്യാനികളിലും യഥാർത്ഥത്തിൽ പുരോഹിതന്മാർക്കെതിരാണ് ഈസാ അലൈഹി സ്വലാം വന്നത്. യഹൂദികളിലെ പുരോഹിതന്മാർക്കും പൗരോഹിത്യത്തിനും എതിരാണ്. പക്ഷെ ഓല് പിന്നെ പുരോഹിതന്മാർ ഓലിനായി എന്നുള്ളത് വേറെ കാര്യം. അപ്പോ ഈ അദീ ഇബ്നു ഹാത്തിം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതരെയും പുരോഹിതരെയും ഞങ്ങളുടെ റബ്ബുകളായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണ് റസൂലെ? മനസ്സിലാവണില്ല. അപ്പൊ റസൂലുള്ള ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ ഒരു കാര്യം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ് നിങ്ങൾ കരുതുന്നില്ലേ? ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഹറാമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഉണ്ട്. അത് തന്നെയാണ് അവരെ റബ്ബായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ റബ്ബായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പറ്റും അല്ലെങ്കിൽ പറ്റൂല എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ ഓരോ റബ്ബാക്കി എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഹലാലാണ്, ഒരു കാര്യം ഹറാമാണ് എന്ന് പറയുന്ന സംഗതി പിന്നെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, വ്യക്തിയോ സംഘടനയോ ഗവൺമെന്റോ കോടതിയോ ആര് തന്നെ ആയിരുന്നാലും അവരെ റബ്ബായിട്ട് കണക്കാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ചിന്തിക്കുന്നതുമായിട്ട് അതിന് ബന്ധമല്ല, ചിന്ത അതിൻ്റെ അകത്തുള്ള സംഗതിയല്ല. ഇപ്പോ ഒരു കാര്യം അനുവദനീയമാകുന്നു, സ്വവർഗ വിവാഹം പാടുണ്ടോ ഇല്ലേ? ഇല്ല എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? സ്വവർഗ വിവാഹം പാടില്ല എന്ന് വേഗം നിങ്ങൾ പറഞ്ഞല്ലോ. അത് ആരെ പറഞ്ഞ്? അല്ലാഹ് പറഞ്ഞു. അപ്പൊ പറയേണ്ടത് ആരാണ്? അല്ലാഹു. പക്ഷെ നമ്മളെ നാട്ടിൽ അത് നിയമം മൂലം പിന്നെ അനുവദനീയമാക്കുന്നു എന്ന് വന്നാൽ, അങ്ങനെ അനുവദനീയമാക്കാൻ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കോ ഒരു സഭക്കോ അധികാരമുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ അവരെ റബ്ബാക്കലാണ് എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഈ സ്വവർഗ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അതൊരു വേണ്ടാത്ത പരിപാടിയും പണ്ടേ തെറ്റായ ഒരു കാര്യം ആയതുകൊണ്ടാണ്. എന്നാൽ ജീവിതത്തിൽ പലതരം അനുവദനീയതകളും പലതരം നിഷിദ്ധങ്ങളും നമ്മുടെ മേൽ തീരുമാനിക്കാൻ ഇപ്പോഴും പലരും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ തീരുമാനിക്കണതിന് പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ അതൊക്കെ പോലെ തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിച്ചാലോ അതിൻ്റെ അർത്ഥം അവരെ റബ്ബാക്കലാണ്. ഇതാണ് വേദക്കാരായ ആളുകൾ ചെയ്തിരുന്നത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹനെ കൂടാതെ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം നിങ്ങൾ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും വകവെച്ചു നൽകിയെങ്കിൽ അത് തന്നെയാണ് അവരെ റബ്ബായിട്ട് സ്വീകരിക്കൽ എന്നാണ്. നിങ്ങളെല്ലാവരുടെയും മൗസ്, കമ്പ്യൂട്ടറിൽ മൗസ് ഇല്ലേ, അതിൻ്റെ വലത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തോ? അപ്പം ഇങ്ങനെ കുറേ ഇങ്ങനെ കാണാം വരി. അതിൽ റീഫ്രഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതിൽ ഞെക്കിയോ? ഞെക്കിയോ ഒന്ന് റെഡിയാവും. അപ്പോൾ ഒന്നൊന്ന് ഉഷാറായിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത് കേട്ടോ. അപ്പോ ഉഹില്ലലക്കും, നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. അപ്പൊ ഹലാലാക്കേണ്ടവൻ ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ നമ്മളും ചോദിക്കലില്ലേ പണ്ഡിതന്മാരോട് ഇത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ? അപ്പൊ എന്താ
നമ്മളോ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത്, പണ്ഡിത താങ്കളുടെ തീരുമാനത്തിൽ എന്താണ് നല്ല? നമ്മൾ ചോദിക്കുന്നത് ആരാണോ ശാരികൾ, ഹലാലാക്കേണ്ടവൻ ആരാണോ അവൻ എന്താ പറഞ്ഞെന്നാ നമ്മളാകെ ചോദിക്കുന്നുള്ളൂ. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അറിയണവരോട് ചോദിക്കുകയാണ്. അതല്ല പറഞ്ഞത്, നിങ്ങൾ അറിയണവരോട് ചോദിച്ചോളിയും. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്ന ആള് പറഞ്ഞു തരേണ്ടത് ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഇജ്മാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനല്ലാതെ അവർക്ക് സ്വയം ഒരു സംഗതി ഹലാലാക്കാനും ഹറാമാക്കാനും പാടില്ല. അപ്പോൾ ഇവര് വേദക്കാര് ചെയ്തത് അങ്ങനല്ല. അവര് കർത്താവ് എന്തു പറഞ്ഞു എന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയണതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവര് സുനഹദോസ് കൂടുകയും അവരുടെ ഒരു നിയമനിർമ്മാണ കൂടിയാലോചന സംവിധാനം അനുസരിച്ച് അവര് പുതിയ 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 കാര്യങ്ങള് കൊണ്ടുപോയി. സ്വത്തവകാശത്തിന്റെ വിഷയത്തില്, കുടുംബ ജീവിതത്തിന്റെ വിഷയത്തില് പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, പിന്നെ പാടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഹലാലും ഹറാമും ഒക്കെ ആയ കാര്യങ്ങള് നിങ്ങൾക്കറിയാമല്ലോ. അവര് ശരിക്കും പറഞ്ഞാൽ മദ്യം ഹറാമാണ് അവർക്ക്, പഴയ നിയമം അനുസരിച്ച്. പന്നി മാംസം ഹറാമാണ് അവർക്ക്. പക്ഷെ അതൊക്കെ പിന്നെ അവർക്ക് ജുമ വരെ മാറ്റി. ജുമ ശനിയാഴ്ചയും അത് ഞായറാഴ്ചത്തേക്കാക്കി അല്ലേ? നമ്മളെ ഇടയിൽ ചില ഖത്തീബുമാര് പറയലുണ്ട്, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ദിവസം ആക്കാൻ പറ്റുകയാണെങ്കിൽ ഒരാഴ്ച 2-3 കുത്തുബ ഏറ്റെടുക്കായിരുന്നു. കാരണം പല സ്ഥലത്തും ആളില്ലാത്ത പ്രശ്നമൊക്കെ പരിഹരിക്കാം. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ വെള്ളിയാഴ്ചൻ്റെ അന്ന് ഉച്ചക്ക് സൗകര്യപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് എന്നാ പിന്നെ കക്കോടിക്കാർക്ക് ശനിയാഴ്ച ആക്കാം, അങ്ങനെ വേങ്ങേരിക്കാർക്ക് ഞായറാഴ്ച ആയിക്കോട്ടെ, എന്നാൽ ഒരാൾക്ക് എല്ലായിടത്തും പോയിട്ട് പറയാലോ എന്ന് വെക്കാൻ പറ്റുമോ? അതൊക്കെ തീരുമാനിച്ചു പോയി. ആരാ തീരുമാനിച്ചത്? അവിടെ തീരുമാനിച്ചു. അപ്പൊ തീരുമാനത്തിൽ മാറ്റല്ല. നമ്മളിങ്ങനെ തീരുമാനത്തിൽ മാറ്റല്ല എന്ന് പറയുന്നതിനെയാണ് നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും പിന്നെ ലിബറലുകളും ഒക്കെ പറയുന്നത്. ഈ മുസ്ലിങ്ങൾ ഒരു നവോത്ഥാനത്തിനും തയ്യാറല്ല, അവര് ഒരു പരിഷ്കാരത്തിനും തയ്യാറല്ല, ഒരു പണ്ടുള്ളത് തന്നെയാണെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഒരു ആക്ഷേപമായിട്ടാണ് പറയുന്നത്. നമുക്കത് ആക്ഷേപമല്ല. കാരണം എന്താണ്? ആരാണോ പറയേണ്ടത് അവൻ പറഞ്ഞിരിക്കുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ കമ്പനിയിൽ ഒരു നിയമം ഉണ്ടാവും, ഒരു ബൈലോ ഉണ്ടാവും. ആ ബൈലോ അനുസരിക്കുന്നവനാണോ നല്ലവൻ, അല്ലെങ്കിൽ ഓരോ ദിവസവും രാവിലെ ഓരോന്ന് ധിക്കരിക്കണവനാണോ നല്ലവൻ? ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ബൈലോ അംഗീകരിച്ചിരിക്കുന്നു, അതിൽ മാറ്റം ഉണ്ടാവില്ല, നമ്മൾ തീരുമാനിച്ചു, നല്ലവർക്ക് മുന്നോട്ട് പോകും. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലതും മാറ്റിമറിക്കുന്നു. എന്നിട്ട് അതിനെ പരിഷ്കാരം, പുരോഗതി, നവോത്ഥാനം എന്നൊക്കെ പറയുന്നു. ഈ പരിഷ്കാരവും നവോത്ഥാനവും പുരോഗതിയും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നത് ഹേമ കമ്മീഷൻ നമ്മളോട് പറഞ്ഞിരുന്നു. വളരെ ക്ലിയറാണ്. നമ്മുടെ പരിഷ്കാരങ്ങളും നമ്മുടെ പുരോഗതിയും അല്ലെ, നമ്മളെ കുറിച്ചിട്ട് അവര് പറയണ എന്താണെന്നറിയോ? നിങ്ങൾ കൊല പതിപ്പിക്കാൻ വേണ്ടി ചാക്ക് കിട്ടിയ മാതിരി പെണ്ണുങ്ങളെ മൊത്തം ഈ കറുത്ത കുപ്പായത്തിന്റെ ഉള്ളിലിട്ട് മൂടി നടക്കുകയാണെന്നാണ്. വളരെ മോശമായിട്ടാണ് അവരെ കാണുന്നത്. ഞങ്ങളെപ്പോലെ എത്ര സ്വതന്ത്രമായിട്ടാണ് അല്ലേ, വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഈ കാലത്തൊക്കെ നിങ്ങളല്ലാണ്ട് ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നതാണ് ഇപ്പോ പുറത്തു വരുന്നത്. എന്നെ പുറത്ത് വന്നിട്ടില്ല, വന്നിടത്തോളം അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പോ പിന്നെ ശരിക്കുള്ളത് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് പത്രവും വായിക്കാൻ പറ്റൂല, നമുക്ക് ടിവിയും കാണാൻ പറ്റൂല എന്നൊരു കണ്ടീഷനിലേക്ക് അത് വരും. ഇതാണ് പരിഷ്കാരം, പുരോഗതി. നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട് ചില കാര്യം, അതേ നമുക്ക് ഹലാലുള്ളൂ. അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അടുക്കൂല. വലാ തഖ്റബൂഹ എന്നാണ് ഇവിടെ അവസാനത്തിൽ പറയുന്നത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ. അള്ളാഹുവിന്റെ ഈ അതിരുകൾ ഉണ്ടല്ലോ, ആ അതിനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ മുതശാബിഹാത്തുൻ. അതായത് ഹറാമുകൾ വളരെ വ്യക്തമാണ്, ഹലാലുകളും വ്യക്തമാണ്. അതിനിടയിൽ ചില സംശയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ ഒഴിവാക്കണം. കാരണം നിങ്ങൾ നാൽക്കാലികളെ അതിരിൽ കെട്ടരുത് എന്നാണ്. ഓരോ രാജാവിനും ഓരോ അതിരുണ്ടാവും. അതിരിൽ കെട്ടിയാൽ എന്താ സംഭവിക്കുക? അപ്പുറത്ത് ചിലപ്പോൾ മറ്റോ പയറ് കൃഷി ചെയ്തിട്ടുണ്ടാവും. നമ്മളെ പയ്യനെ നമ്മൾ കുറ്റിയടിച്ചതൊക്കെ നമ്മളെ സ്ഥലത്ത് തന്നെ ആയിരിക്കും.
പക്ഷെ കുറ്റി നമ്മളെ സ്ഥലത്ത് അടിച്ചിട്ട് കാര്യമില്ല. കയറിന് നീളമുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകും, അപ്പുറത്തേക്ക് പോയിട്ട് വേലി ചാടുക എന്ന് അതിന് പറയാം മലയാളത്തില്. വേലി ചാടുക എന്നാ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ എത്ര മനോഹരമായ പദമാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു പദമാണ്. നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുമാണ് അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെ എന്ത് ചെയ്യരുത്, അവിടെയും ഇവിടെയും ഇളകാതെ ചായാതെ ഇങ്ങനെ ഒരു സാധനമായി നിൽക്കാൻ പാടില്ല. വേവാത്ത ചെമ്പ് കഷ്ണം പോലെ ആവാൻ പാടില്ല. ഇഴകിച്ചേരണം. നമ്മൾ ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ ഒരാളും കൂടി ഇരിക്കാൻ നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കരുത്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് എത്ര വൃത്തികെട്ട വാക്കാണ് എന്ന് ഇപ്പൊ നമ്മൾ ഈ സിനിമാ ലോകത്ത് നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം നടിമാരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസരം കൊടുക്കുന്നു. അപ്പൊ അള്ളാഹു പറയുന്നത് നിങ്ങൾ അതിരുകളിലേക്ക് അടുക്കരുത്. ഈ സിനയെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബു സിന, സിനയോട് അടുക്കരുത് എന്നാണ്. അപ്പൊ അടുക്കരുത് എന്ന് പറയും. ഇപ്പൊ നോമ്പിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അള്ളാഹു പറയാണ് പകൽ സമയങ്ങളിൽ നിങ്ങൾ ഭക്ഷണം, വെള്ളം പാടില്ല, ലൈംഗിക കാര്യങ്ങൾ പാടില്ല. അപ്പൊ ഒരാള് വെള്ളം കുടിക്കണില്ല, പക്ഷെ അതിങ്ങനെ അതുമായിട്ട് ഇങ്ങനെ പെരങ്ങി തിരിഞ്ഞ് ഉണ്ടല്ലോ, കുടിക്കണുണ്ടോ? ഇല്ല, കുടിക്കണില്ല. ചോറ് തിന്നുന്നില്ല, പക്ഷെ അതിങ്ങനെ ഇങ്ങനെ ഉരുളാക്കി ഇങ്ങനെ ഈ കളി കളിച്ചാൽ അത് എന്തിലേക്ക് നയിക്കും? ഇതുപോലെ തന്നെയാണ് ലൈംഗിക ബന്ധം മാത്രമല്ല പാടില്ലാത്തത്, അതിലേക്ക് നയിക്കുന്ന കൊഞ്ചലും പിന്നെ അങ്ങനെ ഉണ്ടല്ലോ കുറെ സംഗതിയിൽ, കാഴ്ചയിലായാലും സംസാരത്തിലായാലും ഒക്കെ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു, വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. വീട്ടിൽ കലന്തനാജിന്റെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ വിചാരിക്കണം. അപ്പൊ കലന്തനാജി ഉണ്ടോന്ന് വെച്ചിട്ട് ഒരാൾ വന്നാല് പെണ്ണുങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടത്? പേര് ഒരു ഉദാഹരണം മാത്രാട്ടോ. പിന്നെ ഒരാൾ എങ്ങനെയാണ് വരേണ്ടത് പുറത്തേക്ക്? പിന്നെ അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. വരുമ്പോൾ വളരെ അതബോട് കൂടിയിട്ട് നിങ്ങൾ വരണം എന്ന്. അപ്പൊ അങ്ങനെ വന്നാൽ ഇപ്പൊ എന്താ എന്ന് ചോദിക്കരുത്. എന്താന്ന് വെച്ചാൽ വരരുത്, അത് തന്നെ. അപ്പൊ ഇവിടെ ആരുമില്ല, എന്നാലും ആരുമില്ലെങ്കിലും പറയാണ് നിങ്ങൾ കയറി കുത്തിരുന്നോളി, ചായ അടിച്ചോളി, നിങ്ങൾ ഇങ്ങനെ നിന്നാ എങ്ങനെ, നിങ്ങൾ കുത്തിരുന്നോളി, ഇരുന്നോളി. അപ്പൊ ഈ വന്ന ചങ്ങായിക്കും കുറച്ചു നേരം ഇവിടെ നിൽക്കാന്ന് തോന്നുന്ന സ്വഭാവത്തിലുള്ളത് പറയരുത് എന്നാണ്. അവൻ ആകെ ആളുണ്ടോ നോക്കിയിട്ട് പോകാൻ വന്നതായിരിക്കും, പക്ഷെ എന്നാലും ഇവനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ ഇത് പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ കുറെ ആയില്ലേ, ഇതൊക്കെ നമുക്ക് പെയിന്റ് അടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ഓന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ സംസാരം കൊഞ്ചിക്കുഴയരുത്. ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഒരാളെ വിളിക്കേണ്ടി വരും, വിളിക്കുക, ആവശ്യം ചോദിക്കുക, വെക്കുക. മനസ്സിലായോ? അല്ലാതെ വെറുതെ സംസാരിച്ച് ഇനിയും താങ്കൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അതിലേക്ക് അടുക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട്, നിങ്ങൾ തനിച്ചാവരുത് എന്ന് പറഞ്ഞു അല്ലേ? ഒരാണും പെണ്ണും, അന്യരായ ആണും പെണ്ണും തനിച്ചായാൽ അവിടെ ശൈത്താൻ വരും എന്നാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോട് പേര് പറയാണ് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഏത് കാലത്താണ് ജീവിക്കണത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ വളരെ കണിശത പുലർത്തുന്നത്. അത് നോട്ടം കൊണ്ടായാലും ഇടപഴകൽ കൊണ്ടായാലും പിന്നെ എന്ത് കാര്യം കൊണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിരിന്റെ എടുത്ത് പശുവിനെ കെട്ടുക എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. കുറ്റി എന്താ ചെയ്യുക? നമ്മളെ പറമ്പിൽ അറിഞ്ഞിട്ട് കാര്യമില്ല, കുറ്റി മാത്രമേ നമ്മളെ പറമ്പിലുണ്ടാവുള്ളൂ. കയറും പശുവൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും, വേറെ എവിടെയോ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഫലാ തഖറബുഹ, അതിനോട് അടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന നോട്ടങ്ങൾ, സംസാരങ്ങൾ, സാഹചര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ റമദാനിന്റെ രാവുകളിൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ബന്ധമാകാം, ഭാര്യാഭർത്തൃബന്ധമാകാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അത് പുലരുവോളം എന്ന് പറഞ്ഞാൽ ഈ കറുത്ത നൂലും വെളുത്ത നൂലും വേർപെടുക എന്ന് പറയുന്നത് ആ ഒരു സമയമുണ്ടല്ലോ, അത്താഴം കഴിച്ചിട്ട് സുബൈനോടടുത്ത ഫജറിനോടടുത്ത സമയം വരെ ആവാം, അതിന് ശേഷം പാടില്ല. അതുപോലെ തന്നെ ഇനി രാത്രിയാണെങ്കിലും വേണ്ടില്ല, പകലാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഇഅ്തികാഫിൽ പള്ളിയിൽ വെച്ച്
താമസിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പാടുണ്ടോ പാടില്ല, എന്തുകൊണ്ട് പാടുണ്ട് എന്തുകൊണ്ട് പാടില്ല എന്ന യുക്തിക്ക് ഒന്നും സ്ഥാനമല്ല. യുക്തിക്ക് സ്ഥാനമില്ല. കാരണം നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ്, അല്ലേ? അപ്പൊ രാത്രി തിന്നാ കുടിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പകല് തിന്നാനും കുടിക്കാനും ഇതിനും പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അതിന്റെ കഥ എന്ന് ചോദിച്ചാൽ അതിന്റെ കഥ അത്രേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞ സമയം മുതൽ, അള്ളാഹു അനുവദിച്ച സമയം, നിരോധിച്ച സമയം മുതൽ അനുവദിച്ച സമയം വരെ നമുക്കത് വേണ്ട എന്ന് വെക്കുമ്പോൾ അള്ളാന്റെ കൽപ്പന പാലിക്കാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ നേടുന്നത് എന്നതാണ്, ഒരു പരിശീലനം. അപ്പൊ ലോകത്ത് അനുവദിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാരുമായിട്ടല്ലാതെ ഒരാളുമായിട്ടും ഒരു കാലത്തും ബന്ധം ഉണ്ടാവാതിരിക്കാൻ ഉള്ള പരിശീലനമാണ് റമദാനിന്റെ പകലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ, അള്ളാഹു ജനങ്ങൾക്ക് ഇതെന്ത് ചെയ്യാണ്, പറഞ്ഞു തരികയാണ്. എന്തിനാണ് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കളവ് പറയണ മാതിരിയാണത്. ഡോക്ടറെ അടുത്ത് പോയിട്ട് വേദന ഉണ്ട്, നീരുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തന്നിട്ട് നമ്മള് മരുന്ന് വാങ്ങി കഴിച്ചു വരണം എന്ന് പറഞ്ഞു. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറയാൻ ചെന്നപ്പോൾ ഡോക്ടറോട് നമ്മൾ പറയണ വേദന പോയിട്ടേ ഇല്ല, ആകെ ക്ഷീണാണ്, കൊഴക്കാണ്. അപ്പൊ ആ മരുന്ന് കഴിച്ചോ. അപ്പൊ ഡോക്ടർ പാവം, അയാൾ വിചാരിച്ചു മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, എന്നിട്ട് വേറെ മരുന്ന് എഴുതി തന്നു. അപ്പൊ നമ്മൾ അതും വാങ്ങി വന്നിട്ട് പറയാൻ ഞാൻ ഡോക്ടറെ പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരെയാ പറ്റിച്ചേ? ഡോക്ടറാണോ പറ്റിച്ചത്? ഡോക്ടർ പറ്റിച്ചു എന്നാണ് ഈ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഈ പറ്റിച്ചത്? അവനാനെ തന്നെയാണ് പറ്റിച്ചത്. അതിനാണ് ആത്മവഞ്ചന എന്ന് പറയുക. നമ്മളെ തന്നെ പറ്റിക്കുക, നമ്മൾക്ക് എതിരാവുക, നമ്മൾ വിചാരിക്കുക നമ്മൾ എന്നിട്ട് വേറെ ആരോ പറ്റിച്ചു എന്ന്. അതുകൊണ്ടാണ് ഇവര് രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ ഒന്നും അറിഞ്ഞിടാത്ത മാതിരി ഇവര് വളരെ ഇങ്ങനെ, പക്ഷെ ഇവർക്ക് അറിയാം ഇവര് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ആത്മവഞ്ചന ചെയ്യരുത്, അത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക്, അപ്പൊ ഇസ്ലാം അത് എത്ര മനോഹരമായിട്ടാണ്. കാരണം ഇവിടെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹുന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലഹും. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. ഇനി അതിനെക്കാട്ടിലും അടുപ്പം എന്താ പറയാനുള്ളത്? മനസ്സിലായില്ലേ? നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തു നിന്ന് വസ്ത്രത്തെ അകറ്റി നിർത്താൻ കഴിയാത്തതുപോലെയാണ് മൃഗങ്ങൾ. അങ്ങനല്ല, അവർക്ക് വസ്ത്രം ആവശ്യമില്ല, അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കണില്ല. അപ്പോ വസ്ത്രം ആവശ്യമുണ്ട് മനുഷ്യന്. അപ്പോ നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമാണ്. ഒന്ന് പിന്നെ മോശം, ഒന്ന് മേലെ, അങ്ങനെയൊന്നുമല്ല. ഒന്ന് അടിസ്ഥാന വസ്ത്രവും മറ്റേത് ഓവർകോട്ടും, അങ്ങനെയില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ്. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആണിന്റെ പദവി, അവന്റെ സ്ഥാനം ഒക്കെ നിർണയിക്കുന്നത് അവളാണ് വസ്ത്രമാണല്ലോ നമ്മളുടെ സ്ഥാനവും പദവിയും സംഗതികളൊക്കെ നിർണയിക്കുന്നത്. പെണ്ണിന്റെ സ്ഥാനവും പദവിയും നിർണയിക്കുന്നത് ആണാണ്, പരസ്പരമാണ്. ആണ് പെണ്ണിനെ തോൽപ്പിക്കാനും പിന്നെ പെണ്ണ് ആണിനെ തോൽപ്പിക്കാനും മെനക്കെടുന്ന ഭൗതികതയുടെ കാലത്ത് നമ്മളിത് ഉറക്കെ പറയണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തോൽപ്പിക്കലും ഓട്ട മത്സരവും അല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. ആണാണ്, പെണ്ണാണ്. പരസ്പരം അലങ്കാരമാണ്, സുരക്ഷയാണ്, സംരക്ഷണമാണ്, പദവിയാണ്, ഉത്തരവാദിത്വമാണ്, എല്ലാമാണ്. ഉന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലക്കും. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. അപ്പോൾ അതിനിടയിൽ പിന്നെ മറയില്ല, അതിനിടയിൽ പിന്നെ ആരുമില്ല, അതിനിടയിൽ പിന്നെ ഒളിച്ചു വെക്കലുകളൊന്നുമില്ല. എല്ലാം അത്രയും സുതാര്യമായ ഒരു ബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ മാറി മാറി താമസിക്കണ്ട, നിങ്ങളടുത്ത് ഒരുമിച്ച് കഴിഞ്ഞോളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചോളൂ. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചത് സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞിരുന്നു ഇവിടെ, ആരെ കേട്ടിരുന്നോ? വബ്തഗൂ, നിങ്ങൾ തേടിക്കോളൂ, മാ കതബല്ലാഹു ലക്കും, എന്താണ്?
മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, എന്ന് പറഞ്ഞാൽ ഗർഭിണി ആയിക്കോളൂ. ഈ ശാരീരിക ബന്ധം, റമദാനിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഗർഭിണിയാവുകയാണെങ്കിൽ ആ ഗർഭിണിയാവുന്ന അവസ്ഥയെ നിങ്ങൾക്ക് തേടാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു തെറ്റാണെന്നോ നിഷിദ്ധാണെന്നോ വിചാരിച്ചിട്ട് ഗർഭിണിയായി പോയാൽ ഉണ്ടാവുന്ന ഭയങ്കര കുറ്റബോധ സംഗതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം റമദാനിന്റെ രാവുകളിൽ ബന്ധപ്പെട്ടിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അള്ളാഹു നിയമമാക്കിയതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ ഈ ദീൻ എന്ന് പറയുന്നത് പ്രകൃതിയെ അംഗീകരിക്കുന്ന, നമ്മുടെ പ്രകൃതിക്ക് എല്ലാ അർത്ഥത്തിലും അനുകൂലമായിട്ടുള്ള ഒരു ദീനാണ്. നോമ്പ് നോൽക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗുണത്തിനു വേണ്ടിയും നമ്മുടെ നിയന്ത്രണത്തിനു വേണ്ടിയും നമ്മുടെ നന്മക്ക് വേണ്ടിയും മാത്രമാണ്. നമ്മളെ പ്രയാസപ്പെടുത്താനേ അല്ല, പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി നോമ്പിനും നോമ്പിനല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന ചില സംഗതികളിലേക്ക് വീണ്ടും 188-ാമത്തെ ആയത്ത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. മരണവാർത്തകളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? മരണവാർത്ത, ഇന്നലെ ഫിറോസ് മരണപ്പെട്ടു. ഇന്നിപ്പോ നജീബ് അല്ലേ, നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വന്നിരുന്നു എന്നാണ് പറയുന്നത്. മുഖം ഓർമ്മല്ല. ചെറുകാട്ടിൽ നജീബ് ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഇന്ന് ഖബറടക്ക അസറിനാണ്, 4 മണിക്കാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും മരിച്ചോ അതിൽ യാതൊരു സംശയമില്ല. അത് ഈമാനോടുകൂടിയും മുസ്ലിമായിക്കൊണ്ടും, അല്ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ ഉള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.